ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? എനിക്ക് തോന്നിയത് ഒരു കൺകെട്ട് വിദ്യയാണ്. രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം. കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഭയങ്കരമായ പ്രതിഷേധം വരികയാണ്, സുകുമാരൻ നായരെ അങ്ങോട്ട് തെറിപ്പിക്കാൻ വേണ്ടി. 18ഇടത്തും ഈ പറയുന്ന ബാനറുകളല്ല കേട്ടോ. അതെ, പ്രതിഷേധമുണ്ട്. ഇവിടെ കൊച്ചിയിൽ ഒരു കരയോഗത്തിൽ അത് പ്രമേയം പാസ്സാക്കലായിരുന്നു. ചിലയിടത്ത് 4 പേരുടെ രാജിയായിരുന്നു. ഇപ്പോൾ പലയിടത്തും ഒരേ രീതിയിലുള്ള കട്ടപ്പ ബാനറുകൾ, അത് BJP ആണ് അതിന് പിന്നിൽ എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ വിശ്വാസികൾക്കിടയിലേക്ക് BJP കയറി ചെന്നിരിക്കുന്നു, ഒരുപാട് ദൂരം അവരെത്തിയിരിക്കുന്നു, ഒരുപാട് ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ കണക്കുകളാണ്. ആ തരത്തിൽ ഹൈന്ദവ വിശ്വാസികളിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് NSS പോലുള്ള സാമുദായിക സംഘടനകളിലേക്കും ആ രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എത്ര കരയോഗങ്ങളുണ്ട്? 5794 കരയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ കരയോഗങ്ങളിലൊക്കെ എത്രത്തോളം RSSകാരുണ്ട്, BJPക്കാരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ, കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ നമുക്കറിയാമല്ലോ ഏതൊക്കെ രൂപത്തിൽ പല മുതിർന്നവർ, അമ്മാമാരും അമ്മായിമാരും ഒക്കെ ഈ പ്രതികരണത്തിൽ തന്നെ ഏതൊക്കെ രീതിയിൽ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ വ്യത്യാസം വന്നിരിക്കുന്നു. അത് വിശ്വാസവുമായി കണക്ട് ചെയ്ത് ആ രാഷ്ട്രീയം പ്രതികരിക്കുന്നു. അപ്പോൾ പലപ്പോഴും യുവാക്കൾ ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നു. ഇതൊക്കെ നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ രൂപത്തിൽ നല്ല സ്വാധീനം ചെലുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ BJP ഇവിടെ ഒരു ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഈ സുകുമാരൻ നായരെ മാറ്റുക എന്ന ഉദ്ദേശത്തിലുള്ള ഒരു പ്രതിഷേധമായി ഞാൻ അതിനെ കാണുന്നില്ല. ഇതൊരു വലിയ പദ്ധതിയാണ്. ആ വലിയ പദ്ധതിയിൽ BJPയെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം പുറമേക്ക് കാണിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. സുകുമാരൻ നായർ മാറുകയില്ല, സുകുമാരൻ നായരെ മാറ്റാനും പറ്റിയില്ല. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ദിവസം പ്രതിനിധി സഭയിലെ 300 പേരും സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവർ അവിടെ നിന്നും പ്രതിഷേധം കാണിച്ചാലല്ലാതെ ഒരു തരത്തിലുള്ള മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്നത്തിൻ്റെ നിലപാട് അതാണ് ഞാനിപ്പോഴും തുടരുന്നതെന്നാണ്. മന്നത്തിന് അങ്ങനെ സമദൂര സിദ്ധാന്തം ഉണ്ടായിരുന്നില്ല. മന്നത്ത് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിനെതിരെയും നിന്നിട്ടുണ്ട്. ലീഗിൻ്റെ കൂടെ മന്ത്രിസഭയിൽ അംഗവുമായിട്ടുണ്ട് NSSലെ പ്രതിനിധികൾ. അതല്ലാതെ ഒരു കാലത്തും NSS CPMനെ പിന്തുണച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് തൊട്ടുകൂടാത്തവർ എന്ന രൂപത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്തിയിരുന്നു. അതിശക്തമായ പ്രതികരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുണ്ട്. EMS മന്ത്രിസഭയെ താഴെ ഇറക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സമദൂര സിദ്ധാന്തം പണിക്കർ വന്ന ശേഷം വന്നിരിക്കുന്ന ഒരു നിലപാടാണ്. പിന്നീടാണ് അത് ശരിദൂരം എന്ന രൂപത്തിൽ സുകുമാരൻ നായർ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത ഒരു തുടർ ഭരണം എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ CPM വയ്ക്കുമ്പോൾ CPM തന്നെ വരട്ടെ എന്നൊരു നിലപാട് BJPക്കും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും ഏത് ഭാഗത്തു നിന്നാണ് പ്രതിഷേധം വരുന്നത്, ഏത് ഭാഗത്താണ് പ്രതികരണം വരുന്നത് നോക്കുമ്പോൾ ആ പ്രതികരണം ആർക്ക് നേരെയാണ് നീങ്ങുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് BJPക്കെതിരെ ആ രൂപത്തിൽ വരുന്നില്ല എന്ന് കാണാം. ഇപ്പോൾ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമാണല്ലോ വിഗ്രഹം പീഠവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതിലും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിമർശനം, പ്രതിപക്ഷ നേതാവ് മോഷ്ടിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തുന്ന കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം വന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഉയർത്തുന്നത്. ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന BJPക്കെതിരെ അത്ര ശക്തമായ പ്രതികരണം വരുന്നില്ല. അപ്പോൾ ഇവിടെ കോൺഗ്രസ് മുക്തമാക്കുക എന്ന ലക്ഷ്യം രണ്ടു കൂട്ടർക്കും ഒരുപോലെയുണ്ട്. BJPയുടെ പദ്ധതി ഏതായാലും 2026 ഒരു ഭരണം എന്നുള്ളതൊന്നുമല്ല, അത് 31 ആകുമ്പോഴേക്കേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങളും CPMും മതി, ഞങ്ങളും CPM തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. അതിന് വഴിമരുന്നു. ഇനി NSSുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ NSSനെ പൂർണ്ണമായും സഹായിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ, സമുദായ സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സർക്കാർ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ പ്രതിപക്ഷത്തിന് വേണ്ടി വാദിക്കണം? എന്തിനു വാദിക്കണം? NSS പറയാതെ തന്നെ ഇവിടെ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം, ആ സംവരണം എന്നുള്ളത് നടപ്പാക്കിയിട്ടുണ്ട്. അതൊരാവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ ജാതി സംവരണം വേണമെന്ന് രാജ്യത്തുടനീളം ആവശ്യങ്ങൾ വരുമ്പോൾ കേരളത്തിൽ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും നടത്തേണ്ട എന്ന് NSS ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് വേണ്ടി ഒരു നടപടി എടുക്കുന്നവരാണ് ഇടത് സർക്കാരാണ്. ഇനി SNDP യോഗവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലോ ഇപ്പോൾ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഒരു സമവാക്യമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ NSSും SNDP യോഗത്തിനും യോജിക്കാവുന്ന മേഖലകൾ വന്നിരിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് കേസുകൾ എവിടെ? ഒന്നുമില്ലല്ലോ, അന്വേഷണം നടക്കുന്നില്ല. അപ്പോൾ സമുദായ നേതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവുണ്ട്. അത് ഇന്ന് സഭയിലും അത് ചിലർ ഉന്നയിക്കുകയുണ്ടായി.
പക്ഷേ ആ കാര്യത്തിൽ അതുകൊണ്ട് എന്താണ് പല നിയമനങ്ങളും നടക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഭിന്നശേഷിക്കാർ എല്ലാ ഘട്ടത്തിലും വരില്ലല്ലോ ആദ്യം. അപ്പോൾ അവർ വരാത്തതുകൊണ്ട് പല സ്കൂളുകളിലെ നിയമനങ്ങളൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ NSS സമീപിക്കുന്നു. NSSന് അത് നടപ്പാക്കി കൊടുത്തു. കോടതി വഴിയാണ് NSS മുന്നോട്ട് ആവശ്യപ്പെടുന്നു. അത് കോടതിയിലേക്കല്ല ആദ്യം പോകുന്നത്. സർക്കാരിന്റെ അതിലൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് NSSന് മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. കോടതി വിധി വന്നത് NSSന്റെ കാര്യത്തിൽ മാത്രമാണ്. NSS ആദ്യം കോടതിയിലേക്കല്ല പോകുന്നത്. സർക്കാർ അതിൽ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ടെന്നേ. അത് കോടതി വിധി വന്നതിന് ശേഷമാണ്. അതെ, NSSന്റെ കാര്യത്തിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അത് പൊതുവായ ഒരു സമീപനം എടുക്കുന്നില്ല. NSSന്റെ കാര്യത്തിൽ മാത്രമാണ് അത് എടുക്കുന്നത്. അതൊരു നേട്ടമായി, അതായത് സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അതിൽ മേൽക്കോടതിയിൽ പോകാമല്ലോ. സർക്കാർ അങ്ങനെ ചെയ്തില്ല. NSSന് അത് ചെയ്തു കൊടുക്കുന്നു. അല്ല, അത് പോകാതിരിക്കുന്നതിന്റെ കാര്യം ഇതാണ്. സർക്കാരിനെ സംബന്ധിച്ച് എയ്ഡഡ് സ്കൂളുകൾക്ക് ഇപ്പൊ നിയമനത്തിന്റെ കാര്യത്തിൽ ഇത് നടപ്പാക്കിയെങ്കിലും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണല്ലോ. അപ്പോൾ സർക്കാരിന് വലിയ നഷ്ടം വരുന്ന കാര്യമാണ്. ഒരുപാട് നിയമനങ്ങൾ അതുവഴി NSS നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി ലാഭം NSSന് കിട്ടിയിട്ടുണ്ട്. അതുവഴിയുള്ള നന്ദിയുണ്ട്. പല കാര്യങ്ങളായി ഈ രൂപത്തിൽ NSS ആവശ്യപ്പെടുന്ന നടപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ SNDP യോഗത്തിനും യാതൊരു പരാതിയുമില്ല. ഇങ്ങനെ പരാതിയൊന്നുമില്ലാതെ ഈ ഒരു ഭരിക്കുന്ന കൂട്ടർ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു പക്ഷം ഇവിടെ ഭരണത്തിൽ വരുന്നത്? ഇതാണ് ഉദ്ദേശം. അപ്പോൾ ഈ പറയുന്ന ജാഥകളും പ്രകടനങ്ങളും ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ആത്യന്തികമായി ഇവരൊക്കെ ഒന്നാണ്. ആ ഒന്നാകൽ ഇവിടെ കോൺഗ്രസ് മുക്ത കേരളമാക്കാനുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഓരോ പ്രതികരണത്തിലും, രാഷ്ട്രീയ പ്രതികരണത്തിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. Meet the editors.